ഡ്രാഗൺ ബോൾ എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള അനിമയുടെ ക്രിയേറ്റർ ആയിട്ടുള്ള അക്കീറ ടോയിറാമയിൽ ഇൻസ്പയർ ചെയ്ത മറ്റൊരു ക്രിയേറ്റർ ഉണ്ടായിരുന്നു. മറ്റെല്ലാ ആർട്ടിസ്റ്റുകളെയും പോലെ തന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ സ്ട്രഗ്ലിംഗ് പീരീഡിൽ വെറും ടാലന്റ് മാത്രം പോരാ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ക്രിയേറ്റർ ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ സ്റ്റോറിയും അദ്ദേഹത്തിനെയും കുറെ അധികം ആൾക്കാർ റിജക്ട് ചെയ്തു. എഡിറ്റേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്റ്റോറി വീക്കാണെന്നുള്ളത്, അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലെന്നുള്ളത്, അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറി ഒരിക്കലും ലോങ് ടൈമിലോട്ട് സർവൈവ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. തന്റെ കഴിവിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന അത്ര തവണ അദ്ദേഹം റിജക്ട് ചെയ്യപ്പെട്ടിട്ടും അദ്ദേഹം മുറുകെ പിടിച്ച ഒരൊറ്റ സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരൊറ്റപ്പെട്ടു പോയിരുന്ന കുട്ടി, സമൂഹത്തിൽ ഒരു ബേർഡനായിട്ട് കണ്ട, ഏറ്റവും അധികം റിജക്റ്റ് ചെയ്യപ്പെട്ട, മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെട്ട ഒരു കുട്ടി, തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്ന സ്വപ്നമായിട്ട് നടന്നിരുന്ന ഒരു കുട്ടി, പേഴ്സണൽ ലൈഫും എല്ലാം സാക്രിഫൈസ് ചെയ്ത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ആ അനിമി പിന്നീട് വേൾഡ് വൈഡ് തന്നെ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി. അദ്ദേഹത്തിന്റെ പേര് മസാഷി കിഷിമോട്ടോ. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത അനിമി, ആ ക്യാരക്ടർ നറൂട്ടോ.